യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദി. ഇന്നാരൊക്കെയാണോ ഈ വചനം കേൾക്കുന്നത്, ഏതൊക്കെ മാതാപിതാക്കളാണോ, ഏതൊക്കെ യുവതി യുവാക്കളാണോ, ഏതൊക്കെ കുഞ്ഞുങ്ങളാണോ ഈ വചനമൊക്കെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ചു പറയുന്നത് പോലെ പറയാം, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ശരിക്കും പറഞ്ഞാൽ ആരുടെയൊക്കെയോ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം നിയോഗിച്ച ഒരു ശുശ്രൂഷയാണ് ഈ ഡെയിലി ബ്ലെസ്സിങ്. എത്രയോ ആയിരങ്ങളുടെ ജീവിതങ്ങളിലാണ് ദൈവസ്നേഹമായി, ദൈവാനുഗ്രഹമായി, സൗഖ്യമായി, വഴി തുറക്കുന്ന അനുഭവമായി ഈ ശുശ്രൂഷ മാറിയത്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നല്ല. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഓർക്കണം. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്നവരെ കർത്താവേ, സഭാവ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ കർത്താവെ ഒരു കുടക്കീഴിലെന്ന പോലെ നിന്ന് അങ്ങയുടെ വചനത്തെ കേൾക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അപകടങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദുർമരണങ്ങൾ മാറ്റണമേ. വചനം കേൾക്കുന്ന ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് തകർന്ന സാഹചര്യങ്ങൾ, നശിച്ച സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ഞങ്ങൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. നല്ല ആഗ്രഹങ്ങളെ ഞങ്ങളിൽ വളരാവുള്ളൂ. ദൈവഹിതപ്രകാരമായ തീരുമാനങ്ങളെ ഉണ്ടാകാവുള്ളൂ. ദൈവഹിതപ്രകാരമായ ഇഷ്ടങ്ങളെ ഞങ്ങളിൽ വളർന്നു വരാവുള്ളൂ. പ്രാർത്ഥിക്കുവാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി സഹായിക്കും. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനമാണ്. ദൈവം തരുന്നൊരു വചനത്തെ എങ്ങനെയാണോ ഒരാൾ സ്വീകരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുക. വചനത്തെ എങ്ങനെയാണോ ഒരു വ്യക്തി ആ സ്വീകരിക്കുന്ന അളവും ആഴവും അനുസരിച്ചായിരിക്കും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുക. വചനം ഹൃദയത്തിലാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ആ വിധത്തിൽ നീ ആ വചനത്തിലൂടെ ആ വ്യക്തി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞാനിന്ന് ഒരു വചനം വായിക്കുവാണ്. സാമ്പത്തികമായി തകർന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഏലിയ പറയുന്നുണ്ട്, ഒരു വിധവയോട് എനിക്ക് കഴിക്കാൻ കുറച്ച് അപ്പവും വെള്ളവും തരിക. ഞാനന്ന് വാക്യം വായിക്കാം. 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും ഉണ്ടാക്കി കൊണ്ടുവരിക. ഉടനെ അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുവാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. അവൾ പിന്നീട് ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു. 16-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ആ കലത്തിനകത്ത് അത്ഭുതം നടന്നു, ആ പാത്രത്തിനകത്ത് അത്ഭുതം നടന്നു, ആ വീട്ടിനകത്ത് അത്ഭുതം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വാക്കിനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഏതു വിഷയത്തിലായാലും ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങും, ഉണ്ടാകാൻ തുടങ്ങും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യക്തി എല്ലാവിധത്തിലും തകർന്ന് വഴി അടഞ്ഞ ഒരാളാണ്. ഏലിയ അല്ല, ഈ വിധവ.
കാരണം കഴിക്കാനുമില്ല കുടിക്കാനുമില്ലാത്ത ആകെ 2 വിറകെ പെറുക്കുന്നുള്ളൂ. ആ വിറക് പെറുക്കുന്നതിൽ പോലും ഒരു ശൂന്യതയുണ്ട്. ഒരു കെട്ട് വിറക് പെറുക്കുന്നില്ല, 2 വിറക് മതി. അത്രയും മാവേ ഉള്ളൂ, ഇനി പ്രതീക്ഷയ്ക്കൊരു വഴിയില്ല. 2 വിറകെന്ന് പറഞ്ഞാൽ 2 കഷ്ണം വിറക്, 2 കമ്പ്, അത് മതി. അവിടെ ദൈവം ഒരു പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവന്നത് എങ്ങനെയാണ്? പണമുള്ള ഒരാളെ അവിടെ എത്തിച്ചിട്ടാണോ? സ്വർണത്തിൻ്റെ മഴ പെയ്യിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഒരു ചാക്ക് പണം അവിടെ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഇനി രക്ഷപ്പെട്ടോ? അങ്ങനൊന്നുമല്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളിലൂടെയാണ് ആ വ്യക്തിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ, പ്രശ്നത്തിന് പരിഹാരം വരുന്നത് ഒരു ചാക്ക് പണം കൊണ്ടോ, പണമുള്ള ഒരാൾ വീട്ടിൽ വന്ന് കയറുന്നത് കൂടെയോ, അല്ലെങ്കിൽ കുറച്ച് പണം വന്ന് പെട്ടെന്ന് കൊണ്ട് ഒരാൾ തരുന്നു, അവരങ്ങ് പോകുന്നു, നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളിലൂടെ ആയിരിക്കും ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. അല്ലെങ്കിൽ കണ്ടോ, ആ തകർന്ന വ്യക്തി ആ സമയത്ത് പരിചയപ്പെട്ടത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കണ്ടുമുട്ടിയത്. ആ വാക്കാണ് കേട്ടത്. പിന്നെ ഇവിടെ ആകെ പട്ടിണിയായി പിള്ളേർക്ക് പോലും ഒന്ന് വെച്ച് വിളമ്പി കൊടുക്കാനില്ലാത്തപ്പം ഇനി എവിടുന്നോ കണ്ട് പരിചയപ്പെട്ട പ്രവാചകൻ ഇപ്പോൾ അപ്പം ഉണ്ടാക്കി വെള്ളം കൊണ്ട് കൊടുക്കുമല്ലേ? എനിക്കിതിനൊന്നും നേരമില്ല എൻ്റെ പ്രവാചക. അതിനൊരു മാനസികാവസ്ഥയെ പോലും അല്ല ഞാൻ ജീവൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് ജീവിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ല, ആ വ്യക്തി ആ വാക്കുകേട്ട് അനുസരിച്ച് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ദൈവം അയച്ച ഒരു വ്യക്തിയെയും ദൈവത്തിൻ്റെ വചനത്തെയും ഒക്കെ ഒരാൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, അത്രമാത്രം അയാളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ആ പ്രവാചകൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളിലൂടെയാണ് ആ ദാരിദ്ര്യത്തെ മാറ്റാൻ, ആ ഒരു പ്രതിസന്ധിയെ മാറ്റാൻ ദൈവം ഇടവരുത്തി. ഇത് എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്കറിയില്ല. ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയോ? ആ ദൈവം അയച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്ന് ആപത്തനർത്ഥങ്ങൾ മാറിപ്പോയി. അവർ മരിക്കാനിരിക്കുമായിരുന്നു. 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ മരിക്കും, പ്ലാൻ ചെയ്താ വന്നേ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനിരിക്കുവാണ്, പ്രതീക്ഷയൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് മാറിപ്പോയത് മരണമാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളിലൂടെ, ആ വ്യക്തിയിലൂടെ ആയിരിക്കും നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവീക ഇടപെടൽ ഉണ്ടാകുക, ദൈവപ്രവൃത്തി സംഭവിക്കുക. നിൻ്റെ ജീവിതത്തിലെ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും പൂർണ്ണമായി മാറി അങ്ങ് പോകുന്നത്, സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും പരാജയങ്ങളും അപകടങ്ങളും മാറിപ്പോയത് ആ വന്നു കയറിയ വ്യക്തിയിലൂടെ ആയിരിക്കും. ഇവിടെയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ, അവിടെയൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ചില മനുഷ്യരുണ്ട്. അവരുടെ വാക്ക് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഇവിടെ ദാരിദ്ര്യമാണ്. ദൈവം പണമുള്ള ഒരാളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്താൽ പോരായിരുന്നോ? കുറേ പണം കിട്ടുന്ന ഒരു ബിസിനസ് തുടങ്ങുന്ന വഴി തുറന്നു കൊടുത്താൽ അല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളിലൂടെയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായത്. ഓരോ പ്രാർത്ഥനാലയത്തിൽ പോകുമ്പോഴും അങ്ങനെയാണ്. അവിടെ ആ പ്രാർത്ഥനാലയമാകുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആരൊക്കെയോ അവിടെ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം അനേകരുടെ കണ്ണുനീർ തുടയ്ക്കും. അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അനേകം വഴികളെ ദൈവം ആ വ്യക്തിക്ക് മുമ്പിൽ തുറന്നു കൊടുക്കും. ആ വ്യക്തി, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയിലൂടെ ആ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാകാൻ തുടങ്ങും, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലൂടെ അനേകം അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങട്ടെ, യുവതി യുവാക്കളിൽ ഉണ്ടാകാൻ തുടങ്ങട്ടെ, മാതാപിതാക്കളിൽ ഉണ്ടാകാൻ തുടങ്ങട്ടെ. ആ വീടിൻ്റെ അവസ്ഥയ്ക്ക് മേൽ മാറ്റം വരുത്തിയത് പണമുള്ള ഒരാളുടെ വാക്ക് കേട്ടപ്പോഴല്ല, വലിയൊരു സ്വർണ്ണ വ്യാപാരിയുടെ വാക്ക് കേട്ടപ്പോഴല്ല, ദൈവം അയച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ വാക്ക് കേട്ടപ്പോഴാണ്. അതെങ്ങനെയാണോ ആ വ്യക്തി സ്വീകരിച്ചത്, അതനുസരിച്ച് ആ വ്യക്തിയുടെ വീടും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു.
നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട അപ്പച്ചനെ, മാതാവിനെ, പിതാവിനെ, യുവതി, യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഈ വചനത്തിലൂടെ ഇവരെ തൊടണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്, ഈ വചനം കേൾക്കുന്ന ആരും തകർന്നുവെന്നോ വഴിതെറ്റിപ്പോയി എന്നോ ആത്മഹത്യ ചെയ്തുവെന്നോ കേൾക്കുവാൻ ഇടയാകരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ആത്മഹത്യകളൊക്കെ മാറിപ്പോകണം. ദാരിദ്ര്യം മാറിപ്പോകണം. രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾക്ക് തുറന്നു തരണം. മുന്നോട്ട് പടിപടിയായി കയറി വരാനുള്ള വഴികളെ തുറന്നു തരണം. ഈ വചനം സ്വീകരിക്കുന്നതനുസരിച്ച്, ഈ വചനം ഉൾക്കൊള്ളുന്നതനുസരിച്ച്, ഈ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നതനുസരിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും, നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങും, നിങ്ങൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. സന്തോഷവും സമാധാനവും ദൈവം തരുന്ന ഐശ്വര്യവും ദൈവം തരുന്ന ധനവും നിനക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക. നല്ല ദിവസം ആശംസിക്കുന്നു. ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. ഇവിടെ ഇന്നുവരെ നിയോഗം സമർപ്പിച്ചവരെ ഓർക്കുന്നു, ഇന്നുവരെ ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയവരെ ഓർക്കുന്നു, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു, നിയോഗ കൊന്ത ചെല്ലുന്നവരെ ഓർക്കുന്നു, നിയോഗത്തിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.